നമ്മൾ ചൊവ്വയിലേക്ക് പോകാൻ പോകുന്നു. 2026 അല്ലെങ്കിൽ 2027 ഇലോൺ മസ്കിന്റെ ആ ദൗത്യം പൂർത്തിയാകും. അതെ, നമ്മൾ ചൊവ്വയിൽ കോളനി സ്ഥാപിക്കാൻ പോകുന്നു. ഇലോൺ മസ്ക് ആദ്യമായി 2016 ഈ ദൗത്യത്തെ കുറിച്ച് പറയുന്നത്. ഇനി നമുക്ക് ചൊവ്വയിലേക്ക് പോകുന്നതിന്റെ കാരണം എന്താണെന്ന് നോക്കാം. ഭൂമിയിൽ ഇപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ ഉള്ളത് കൊണ്ട് തന്നെ ഭൂമിയിൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണെന്നാണ് ഇലോൺ മസ്ക് പറയുന്നത്. പകുതി പേർ ചൊവ്വയിലേക്ക് പോകുവാണെങ്കിൽ അങ്ങനെ അപകട സാധ്യതകൾ കുറയും. മനുഷ്യരുടെ സ്വാധീനം ഭൂമിയിലല്ലാതെ മറ്റു ഗ്രഹങ്ങളിലേക്കും കൂടി കൊണ്ടുവരാനുള്ള ഒരു തുടക്കമാണിത്. കുറച്ച് വർഷങ്ങൾ കൂടെ കഴിയുമ്പോൾ നമ്മൾ ഇവിടുന്ന് അമേരിക്കയ്ക്ക് പോകുന്ന പോലെ ചൊവ്വയിലേക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റും. അങ്ങനെ സ്പേസ് ടൂറിസം എന്ന പദ്ധതി നടപ്പിലാകും. സ്റ്റാർഷിപ്പ് എന്ന പേടകമായിരിക്കും നമ്മളെ ചൊവ്വയിലേക്ക് എത്തിക്കുന്നത്. ആദ്യം 10 ലക്ഷം പേരെ ചൊവ്വയിൽ എത്തിക്കുമെന്നാണ് ഇലോൺ മസ്ക് പറയുന്നത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നാസയെക്കാട്ടിലും വലിയ ഒരു കമ്പനിയായി സ്പേസ് എക്സ് മാറും. ചൊവ്വ ഒരു തണുത്ത ഗ്രഹമാണ്. അവിടെ ചൂട് പിടിപ്പിച്ചു വരാൻ കുറച്ച് താമസമെടുക്കും. അതുകൊണ്ട് ആദ്യ നാളുകളിൽ അവിടുത്തെ വാസം അത്ര സുഖകരമായിരിക്കില്ല. ഇനി എന്തുകൊണ്ട് ചൊവ്വയെ തിരഞ്ഞെടുത്തു എന്ന് നോക്കാം. കാരണം ഭൂമിയിലെ പോലെ നമുക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു പ്രകൃതിയാണ് ചൊവ്വയിലും. നമ്മളങ്ങനെ അവിടെ കോളനി സ്ഥാപിക്കും. ഷോപ്പിംഗ് മാളുകൾ, കടകൾ, അങ്ങനെ നമുക്ക് ആവശ്യമുള്ള എല്ലാം നമ്മൾ അവിടെ സ്ഥാപിക്കും. നമ്മൾ ചൊവ്വയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. മനുഷ്യരെ ചൊവ്വയിൽ എത്തിക്കുമെന്ന് ഇലോൺ മസ്ക് ഉറച്ച ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ചൊവ്വയിലേക്ക് പോകാൻ നിങ്ങൾക്ക് അവസരം കിട്ടിയാൽ നിങ്ങൾ പോകുമോ? കമന്റിലൂടെ അറിയിക്കൂ. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുപോലെ പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി താഴെ കമന്റ് ചെയ്യുക.